പ്രിയപ്പെട്ടവരെ, ചെലവ് കുറഞ്ഞ ഭക്ഷ്യ വിഭവങ്ങൾ എന്ന നമ്മുടെ പരിപാടിയുടെ 3ാമത്തെ എപ്പിസോഡാണ്. ഇത്തവണ ചായക്കടി, കട്ടൻ ചായയിലേക്കും മറ്റും നമുക്ക് ഭക്ഷിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള കടിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. കുറച്ച് പുഴുങ്ങലരി, അതിൻ്റെ കൂടെ കുറച്ച് ഗോതമ്പ് കൂടി പൊടിച്ചത്, അത് ഈ പരുവത്തിലാക്കിയാൽ വളരെ സുന്ദരമായിട്ട് നമുക്ക് കഴിക്കാം, കുട്ടികൾക്ക് കൊടുക്കാം. വൈകുന്നേരം രാവിലെയൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാം. ആദ്യമായി നമ്മൾ റേഷൻ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന പുഴുക്കല്ലരി, അത് പൊടിച്ചെടുത്തത് ഏകദേശം 3 കിലോയാണ് ഞാൻ എടുത്തത്. അത് കുറച്ച് പഞ്ചസാര ഉപയോഗിച്ചുകൊണ്ട് നന്നായി ഇളക്കിയെടുക്കുക. നന്നായി ഇളക്കുക. നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നല്ലൊരു ഇളക്കം കിട്ടുക എന്ന് പറഞ്ഞാൽ. അത് ചുവപ്പ് കളറായി കഴിഞ്ഞാൽ, നല്ല ചുവപ്പ് കളറായി കഴിഞ്ഞാൽ അതൊരു തളികയിലേക്ക് എടുത്ത് നമ്മൾ മാറ്റി വെക്കുക. ഇനി കുറച്ച് തേങ്ങ വറുത്തതാണ്, 3 തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അതും കുറച്ച് ഏലക്കായും കൂടിയിട്ട് വറുത്തെടുക്കുക. തേങ്ങ ചിരവിയത് വറുത്തെടുക്കുക, ഈ രൂപത്തിൽ ആക്കിയെടുക്കുക. അത് മിക്സിയിലിട്ട് പൊടിച്ചതും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ച ആ പുഴുക്കലരിയുടെ ഭാഗവും കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. അത് ഈ രൂപത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും രുചികരമായ ഒരു വിഭവം. മാത്രമല്ല, നേരത്തെ നമ്മൾ പഞ്ചസാര അതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരു മാസമൊക്കെ ശരിക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. 3 കിലോ അരിയുണ്ട്, അതേപോലെ തന്നെ അതിൻ്റെ ഈ ചേരുവകളും കൂടി ചേരുമ്പോൾ നമുക്ക് ശരിക്ക് കുറേ സമയത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നന്നായി മിക്സായി കഴിഞ്ഞു. നമ്മൾക്ക് വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാവിലേക്കൊക്കെ ഉള്ള ചായക്കടി റെഡി ആയി. ഇതിൽ 3 തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. തേങ്ങയ്ക്ക് വില കുറവാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കാണെന്ന് വിചാരിച്ചാൽ സൗകര്യമായി. അതേപോലെ തന്നെ കുറച്ച് ഏലക്കായി. ഇത്ര മാത്രമേ നമ്മൾ അധികമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. വളരെ നല്ല ഒരു ഫുഡാണിത്. നമ്മൾ രാവിലെ കുട്ടികൾ മദ്രസയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ധൃതി കാണിക്കുമ്പോഴോ, അതേപോലെ ഹൈസ്കൂളൊക്കെ പഠിക്കുന്ന കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് സ്കൂളിലേക്ക് പോകണമൊക്കെ അവർക്കൊക്കെ ധൃതി പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത സമയത്ത് നമ്മൾ നല്ലൊരു ആഹാരമാണിത്. കാരണം ഇതിൽ അരിപ്പൊടിയുണ്ട്, ഗോതമ്പിൻ്റെ ശകലുണ്ട്, തേങ്ങ ഉണ്ട്, ആവശ്യത്തിനുള്ള പ്രോട്ടീനും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പരീക്ഷിക്കുക, അഭിപ്രായങ്ങൾ പറയാം. എല്ലാവർക്കും നന്ദി.